ഞാൻ മുല്ലത്തളം ഡാലി മുക്കാഞ്ഞിരം അഥവാ സോമൻ ഭോപ്പാൽപുര. ഒന്ന് കേട്ടിട്ട് പോവും. 23-ാം ഭാഗം. ഒന്ന് കേട്ടിട്ട് പോ 23-ാം ഭാഗം. ലോകത്തിലെ ഏറ്റവും വലിയ മാതൃകാ പുരുഷനാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. എന്തിനും ഏതിനും അനുകരിക്കാൻ പാകത്തിലുള്ള ജീവിതമാണ് അദ്ദേഹം ഈ ലോകത്തിന് നൽകിയത്. ആർക്കും അനുകരിക്കാവുന്ന ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ജീവിതമാണ് കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ ജീവിതം അദ്ദേഹം നയിച്ചത്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അവസാന നാളിൽ തൻ്റെ ജീവിതം ഈ ഭൂമിയിൽ ഇനിയും ഇല്ല, അധികമില്ല എന്ന് അറിയുന്ന ദൈവപുരുഷനായ കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ കിടക്കുമ്പോൾ തൊട്ടരികിലായി താഴെയായി 4 സ്ത്രീകൾ നിന്ന് വിതുമ്പുന്നു. അതിൽ 3 മറിയമാരാണെന്നുള്ളതൊരു പ്രത്യേകതയാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അമ്മ മറിയ, ക്ലിയോപട്രയുടെ ഭാര്യ മറിയ, ലാസറിൻ്റെ സഹോദരിയായ മറിയ, വേറെ ഒരു ആളുകൂടെയുണ്ട്. ഇവർ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നത് കണ്ട യേശുക്രിസ്തു തൊട്ടടുത്തായി യോഹന്നാൻ എന്ന തൻ്റെ ശിഷ്യനെയും താൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആ ശിഷ്യനെയും കണ്ടപ്പോൾ കർത്താവായ യേശുക്രിസ്തു അന്ത്യസമയത്ത് മാനവരാശിയുടെ പാപഭോജനത്തിനായി മണ്ണിൽ പിറന്ന മശിഹ തമ്പുരാൻ ഇനിയും അധികാലം ഈ ഭൂമിയിലില്ല എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ തൻ്റെ അമ്മയെ എവിടെയെങ്കിലും ഒരു കരുതലിനായി ഏൽപ്പിക്കണമെന്നുള്ള തിരിച്ചറിവ് ഉള്ളത് കൊണ്ട് യോഹന്നാനോട് പറഞ്ഞു, യോഹന്നാനേ, ഇതാ നിന്റെ അമ്മ. മറിയയോട് പറഞ്ഞു, സ്ത്രീയെ, നിന്റെ മകനിതാ. ഒരു പരസ്പരം ഏൽപ്പിക്കുകയാണ്, ഒരു കരുതൽ. അമ്മമാരെ പറ്റിയൊക്കെ പറയുമ്പം നമുക്ക് എന്തോരം പറയാനുണ്ട്, ഇല്ലേ? അമ്മയെ ഇന്നത്തെ തലമുറ എത്രത്തോളം കരുതുന്നുണ്ട്. തൻ്റെ അന്ത്യനാൾ ഈ ഭൂമിയിലേതെന്ന് തിരിച്ചറിഞ്ഞ ക്രിസ്തു ഒരു കരുതൽ അമ്മയ്ക്ക് വേണ്ടി ചെയ്യുന്നു. ഇന്നത്തെ പുതിയ തലമുറയും കരുതൽ അത് അനാഥാശ്രമത്തിലോ വൃദ്ധാശ്രമത്തിലോ ആയി പോകുന്നു എന്നൊരു സംശയം നമുക്കില്ലാതെ ഇല്ലല്ലോ. നമ്മുടെ അമ്മയെപ്പറ്റി ഓർക്കുമ്പോൾ, അമ്മയെപ്പറ്റി സംസാരിക്കുമ്പോൾ 1000 നാവുകളാണ്. അമ്മേ, എന്നെ 7 മണിക്ക് ഒന്ന് എഴുന്നേൽപ്പിക്കണേ എന്ന് പറഞ്ഞിട്ട് ഉറങ്ങാൻ കിടന്നാൽ 6 മണിക്ക് അമ്മ നമ്മെ വിളിച്ചെഴുന്നേൽപ്പിച്ചിട്ട് പറയും, മോനെ സമയം 8 എന്ന്. അതാണ് അമ്മ. കൊച്ചുനാളിൽ അമ്മയുടെയൊക്കെ അടുത്തിരുന്ന് അമ്മ അടുക്കളയിൽ ആഹാരം പാകം ചെയ്യുമ്പോൾ, ഞാൻ പാചകമുള്ള വീട്ടിൽ നിന്നുമല്ല പറയുന്നത്, ഒരു താഴെ 3 കല്ലിൽ അടുക്കി വെച്ച അടുപ്പുള്ള അവിടെ ഇരുന്ന് അമ്മമാർ ആഹാരമൊക്കെ ഉണ്ടാക്കുമ്പോൾ ചോറുണ്ടാക്കുകയോ കപ്പയുണ്ടാക്കുകയോ എന്തൊക്കെ ചെയ്യും. അടിയിൽ ഈ വിറക് കഷ്ണങ്ങൾ കുത്തി കയറ്റി വെക്കും. അപ്പം നമ്മളൊക്കെ അടുത്ത് പോയിരുന്നു കൊച്ചു കുഞ്ഞുങ്ങളെന്ന്. അത് അത്ര കൊച്ചുകുഞ്ഞെന്ന് പറഞ്ഞാൽ മുല കുടിക്കുന്ന പ്രായത്തിലുള്ളവരല്ല, ഓർമ്മകൾ നിലനിൽക്കുന്ന ആ പ്രായത്തിൽ അടുത്ത് പോയി ഇരുന്നതൊക്കെ ഓർമ്മയില്ലേ? അമ്മ ഒരു കുരുക്കോയിലുള്ള കമ്പിൽ അതിലൂടെ തീ ഊതുമ്പോൾ നമ്മളും അമ്മയെ ഊതി സഹായിച്ചിട്ടില്ലേ? കൊച്ചുകാലത്ത് എത്ര ഓർമ്മകളാണ് നമുക്കുള്ളത്. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അമ്മയെ നമ്മൾ സഹായിച്ചിട്ടില്ല. വിറക് കഷ്ണങ്ങൾ പുറത്തുനിന്ന് പെറുക്കിക്കൊണ്ടുവന്ന് അമ്മയ്ക്ക് കൊടുക്കുന്നു. എന്തെല്ലാം സഹായങ്ങൾ. അമ്മ ദോശ ചൂടുകയോ അപ്പമൊക്കെ ചൂടുമ്പം ഒരു കൊച്ചു ദോശ, അല്ലെങ്കിൽ ഒരു കൊച്ചപ്പം, അല്ലെങ്കിൽ ഒരു കൊച്ചു ഗോതമ്പ് റൊട്ടി, അത് നമുക്ക് വേണ്ടി അവസാനം ഉണ്ടാക്കി തരില്ലേ? അതിൻ്റെ രുചി, പ്രത്യേകിച്ച് രുചി പ്രത്യേകമൊന്നും ഇല്ലെങ്കിലും നമുക്കതൊരു വലിയ രുചി തന്നെ. അമ്മയുമായിട്ടുള്ള നമ്മുടെ സൗഹൃദവും, അമ്മയുമായിട്ടുള്ള നമ്മുടെ ഇടപെടലും, അമ്മയുമായിട്ടുള്ള നമ്മുടെ ആ ജീവിത ദിനചര്യകൾ ഓർക്കുമ്പോൾ എന്ത് ആഹ്ലാദകരമായിരുന്നു ആ ജീവിതവും ആ സമയങ്ങളുമൊക്കെ. അമ്മയോടൊപ്പം കഴിഞ്ഞ ആ സമയം പറയുവാൻ ഏറെയുണ്ട്. വാക്കുകൾക്കൊക്കെ അതീതമാണ് അമ്മ. അതൊരു പുണ്യമാണ്. അമ്മയൊരു നന്മയാണ്. അതെല്ലാവർക്കും അവരോടൊപ്പം കഴിയുന്ന നാളുകളെ പറ്റി ഓർത്തെടുത്താൽ
ഇന്നും ഇന്നും സന്തോഷിക്കും. അമ്മ ഉണ്ടാക്കുന്ന ആഹാരത്തിന് പകരം വയ്ക്കാൻ ഇന്നും നമുക്ക് അതുപോലുള്ള രുചിയുള്ള ആഹാരം കിട്ടാറുണ്ടോ? ചില സമയങ്ങളിൽ വീടിൻ്റെ വരാന്തയിൽ അല്ലെങ്കിൽ ആ പടികളിൽ താഴോട്ടുള്ള സ്റ്റെപ്പിലൊക്കെ അമ്മ ഇരുന്നിട്ട് നമ്മളെ മടിയിലോട്ടൊന്ന് പിടിച്ച് കിടത്തിയിട്ട് വെറുതെ ഇങ്ങനെ തലയിലൊക്കെ പേനുണ്ടോ എന്നൊക്കെ നോക്കും. ചിലപ്പോൾ ഈരുചീപ്പൊക്കെ കൊണ്ടുവന്ന് ചീവി എടുക്കും. സ്കൂളിൽ പഠിക്കുന്ന കാലമൊക്കെ ആയിരിക്കും മറ്റുള്ള കുട്ടികളിൽ നിന്ന് നമ്മുടെ തലയിൽ പേൻ കയറുമ്പോൾ ആ നിമിഷം ആ അമ്മയുടെ മടിയിൽ കിടന്ന ആ നിമിഷമൊക്കെ ഒന്ന് ഓർത്താൽ ഇന്ന് ഭൂമിനൊന്നും കിടന്നാൽ ആ സുഖം കിട്ടുമോ? പർദീസയിലല്ലായിരുന്നോ നമ്മളൊക്കെ? ഇവിടെ ഇതാ അമ്മയെ കർത്താവായ യേശു ക്രിസ്തു ഓർപ്പിക്കുന്നു. യോഹന്നാനെ, ഇതാ നിന്റെ അമ്മ. ഒരു ഓർമ്മപ്പെടുത്തലാണ്. നമുക്ക് ശേഷം അല്ലെങ്കിൽ നമ്മളുള്ളപ്പോൾ തന്നെ അമ്മയെ എങ്ങനെ സംരക്ഷിക്കണം എന്നതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തൽ. നമ്മുടെ ഇഷ്ടങ്ങൾ നമ്മുടെ അമ്മയ്ക്കറിയാം. നമ്മുടെ രുചി, നമ്മുടെ പുളി, നമ്മുടെ ഉപ്പ്, ഇതെല്ലാം അതിൻ്റെ പാകം എങ്ങനെയായിരിക്കും എന്ന് നമ്മുടെ അമ്മയ്ക്കറിയാം. നമുക്ക് ഏത് ഡ്രസ്സൻ്റ് ആണ് കൂടുതൽ ഇഷ്ടമെന്ന് അമ്മയ്ക്കറിയാം. ഏത് കളറാണ് നമുക്ക് കൂടുതൽ ഇഷ്ടമെന്ന് നമ്മുടെ അമ്മയ്ക്കറിയാം. തിരിച്ച് നമ്മളെപ്പോഴെങ്കിലും തിരിച്ച് അമ്മയോട് ചോദിച്ചിട്ടുണ്ടോ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട കളർ ഏതാണെന്ന്? അമ്മയുടെ ബാല്യകാലം എങ്ങനെയായിരുന്നുവെന്നും അമ്മയുടെ ബാല്യത്തിലെ സ്വപ്നങ്ങൾ എന്തായിരുന്നുവെന്നും നാം അമ്മയോട് ചോദിച്ചിട്ടുണ്ടോ? എന്തൊക്കെ സ്വപ്നങ്ങൾ മാറ്റിവെച്ചിട്ടായിരിക്കും ഒരമ്മയായി നമുക്ക് വേണ്ടി നമ്മുടെ അമ്മ ജീവിച്ചിട്ടുള്ളത്? അവരുടെ സ്വപ്നം സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്തൊക്കെ, കോളേജ് വിദ്യാഭ്യാസ കാലത്തൊക്കെ നമ്മുടെ അമ്മയുടെ സ്വപ്നം എന്തായിരുന്നു? നമ്മൾ എന്നെങ്കിലും നമ്മുടെ അമ്മമാരോട് ഇക്കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടോ? അവർ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആനന്ദിച്ച നിമിഷം ഏതാണെന്ന് അമ്മ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? ഞാനൊരു അമ്മയാകാൻ പോകുന്നു തിരിച്ചറിഞ്ഞപ്പോഴോ? ആർക്കറിയാം. നമ്മൾ ആദ്യമായി വാങ്ങിയ ശമ്പളം അമ്മയുടെ കയ്യിൽ കൊടുത്തപ്പോഴോ? ആർക്കറിയാം. നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ അമ്മ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച നിമിഷം ഏതെന്നും? അറിയില്ല. പിന്നീട് നാം ഒരു നല്ല സ്ഥിതിയിലെത്തിയ ശേഷം അമ്മയെ കരുതുവാൻ നാം എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്നൊരു ഓർമ്മപ്പെടുത്തലാണ് യേശു ക്രിസ്തുവിൻ്റെ ഈ വാക്കുകൾ. യോഹന്നാനേ, നിന്റെ അമ്മ ഇതാ. നാം ഇവിടെ ഇല്ല, ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നില്ല എങ്കിൽ പോലും നമ്മുടെ അമ്മയെ കരുതുവാൻ അതിൽ വിശ്വസ്തനായ ഒരു ശിഷ്യനെ അല്ലെങ്കിൽ ഒരു കൂട്ടുകാരനെ അല്ലെങ്കിൽ ഒരു സഹോദരനെ ഏൽപ്പിക്കണം എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലല്ലേ? അതല്ലേ ഇതിലൂടെ കർത്താവായ യേശു ക്രിസ്തു സമൂഹത്തിന് നൽകുന്നത്. അതുകൊണ്ടാണ് ഒരു ഗുണപാഠമെന്നും ഒരു ഐഡിയോളജിക്കൽ ഒരു മാതൃകാ പുരുഷനാണ് നമ്മുടെ ദൈവപുത്രനായ കർത്താവായ യേശു ക്രിസ്തു എന്നും ഞാൻ ഓർപ്പിച്ചത്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 26-ാം വാക്യത്തിൽ നമുക്ക് സ്പഷ്ടമായി കാണാം. യോഹന്നാനെ, ഇതാ നിന്റെ അമ്മ. സ്ത്രീയെ, ഇതാ നിന്റെ മകൻ. പരസ്പരം കൂട്ടിയേൽപ്പിക്കുന്നു. അതുപോലെ തന്നെ ആ ശിഷ്യൻ അമ്മയെ സ്വീകരിക്കുകയും ചെയ്യുന്നു. പുതിയ തലമുറയ്ക്ക് ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. വൃദ്ധാശ്രമം തേടുന്ന അല്ലെങ്കിൽ ഇന്ന് അമ്മയ്ക്കൊരു ഫോൺ പോലും ചെയ്യാത്ത എത്രയോ പേർ അമ്മയിൽ നിന്ന് ദൂരെയുള്ളവരുണ്ട്. അവർക്കൊരു ഓർമ്മപ്പെടുത്തലായത്. അമ്മ പല സ്വപ്നങ്ങളും നമുക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടാണ് ഇന്ന് നീ ഈ സ്ഥാനത്തെത്തിയത്. ഒരു പക്ഷെങ്കിൽ അമ്മയത് നിന്നോട് പറഞ്ഞു കാണില്ല. മറക്കണ്ട, അമ്മയുടെ പല സ്വപ്നങ്ങളും അമ്മയുടെ പല ആഗ്രഹങ്ങളും അമ്മയുടെ പല ഇഷ്ടങ്ങളും ഇല്ലാതാക്കിയത് അമ്മ സ്വയം ഇല്ലാതാക്കിയതായിരിക്കാം, നാം ഇല്ലാതാക്കിയതായിരിക്കാം. പക്ഷേ നമുക്ക് വേണ്ടിയാണെന്ന് തിരിച്ചറിഞ്ഞാൽ അമ്മ എവിടെ എന്ന് അറ്റ്ലീസ്റ്റ് ഒന്ന് ഫോൺ വിളിക്കുക. അങ്ങനെ ചെയ്യാത്തവർ, അങ്ങനെ ചെയ്യുന്നവർ ഒരിക്കൽ കൂടി സ്നേഹിക്കുക. അതൊന്ന് ഓർമ്മപ്പെടുത്താൻ മാത്രമാണ് വിശുദ്ധ വേദപുസ്തകത്തിലെ ഈ കാര്യത്തിലേക്ക് നാം കടന്നത്. ഇന്നുള്ളതിനേക്കാൾ കൂടുതലായി നമുക്ക് നമ്മുടെ അമ്മയെ ഒന്ന് സ്നേഹിക്കാം. അത് കർത്താവായ യേശു ക്രിസ്തു കുരിശിൽ കടന്നപ്പോൾ കാണിച്ചു തന്ന മാതൃകയാണ്. കാരണം അവൻ മാതൃകാ പുരുഷനാണ്. ഈ ലോകത്തിലെ ഇതുപോലെ ഒരു ജന്മം, കർത്താവായ യേശു ക്രിസ്തുവിനെ പോലെ ഒരു ജന്മം, ഒരു ദൈവപുത്രൻ നമുക്ക് മാതൃകയായി കാണിച്ചു തന്നപ്പോൾ നാം എന്തേ അത് സ്വീകരിക്കുന്നില്ല?
നമുക്ക് നമ്മുടെ അമ്മയെ ഒരിക്കൽ കൂടി സ്നേഹിക്കാം. ഹലോ, അപ്പോൾ നിന്നേ, നിങ്ങൾ ഫോൺ ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞത്, ഒന്ന് സ്നേഹിക്കുക. ഫോൺ ചെയ്തു. അമ്മ മരിച്ചു പോയെങ്കിൽ ആ ഓർമ്മകൾക്ക് മുമ്പിൽ ഒരു കൈകൂപ്പൽ അത്രയെങ്കിലും ആകത്തില്ലേ? ഞാൻ മുല്ലത്തരം ഡാലി മുക്കാഞ്ഞിരം ഒന്ന് കേട്ടിട്ടിപ്പോ 23-ാം അധ്യായം. സോമൻ ഭോപ്പാൽപുര.